നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. പത്മശ്രീ അവാർഡിന് സഹായം അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി ബന്ധപ്പെട്ടിരുന്നുവെന്ന് സുരേഷ് ഗോപി. 2015 വരെ അവാർഡ് നിർണയത്തിൽ പല അഴിമതിയും നടന്നിട്ടുണ്ട്. അതിനാൽ ഇടപെടാൻ കഴിയില്ലെന്നും സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചിരുന്നു. അദ്ദേഹം തന്നെ എല്ലാം വെളിപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട്. ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് ദേഹത്ത് കയറി സ്ത്രീ മരിച്ചു. അമലനഗർ സ്വദേശി ഷീലയാണ് മരിച്ചത്. ഗുരുവായൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന കൃഷ്ണദാസ് എന്ന ബസ്സാണ് സ്ത്രീയുടെ ദേഹത്ത് കയറി ഇറങ്ങിയത്. മുൻ ചക്രത്തിനിടയിൽപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം. ആലുവ ഗുഡ് ഷെഡിൽ ലോറി ഇടിച്ച് അജ്ഞാതൻ മരിച്ചു. ഗുഡ് ഷെഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ലോറിയുടെ പിന്നിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാണ് ദാരുണാന്ത്യം. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. ചാലക്കുടി അടിപ്പാതയിൽ അപകടങ്ങൾ പതിവായി മാറുന്നു. കോടതി ജംഗ്ഷനിൽ നിർമ്മാണം പൂർത്തീകരിച്ച അടിപ്പാതയിലാണ് അപകടങ്ങൾ പെരുകുന്നത്. എന്നാൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടതായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. ചാലക്കുടി പോട്ട സർവീസ് റോഡിലെ അപകട പരമ്പരകൾക്ക് കാരണം നഗരസഭ ഭരണസമിതിയുടെ അലംഭാവമാണെന്ന് ആരോപണം. റോഡിന്റെ വീതി കൂട്ടാത്തതാണ് ഇവിടെ അപകടങ്ങൾ പെരുകാൻ കാരണമാകുന്നത്. നിർമ്മാണം ആദ്യഘട്ടത്തിൽ നടത്തിയ ഭാഗത്ത് ടാറിംഗ് നടത്താനും നഗരസഭ തയ്യാറായില്ല. ട്രേഡിംഗ് കമ്പനിയുടെ വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ച് 25 ലക്ഷം രൂപ തട്ടിയെടുത്ത യുവാവിനെ അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ ചാപ്പാറ മണ്ണാറത്താഴം സ്വദേശിയായ ഡോക്ടറുടെ 25 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് തമിഴ്നാട് മൈലാപ്പൂരിൽ താമസിക്കുന്ന മലയാളിയായ വിജയ് എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കലാമണ്ഡലം സത്യഭാമയുടെ ജാതി അധിക്ഷേപത്തിനിരയായ പ്രശസ്ത നർത്തകൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ പ്രതിഷേധ സൂചകമായി മോഹിനിയാട്ടം അവതരിപ്പിച്ചു. ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയുടെ സമീപമുള്ള കലാഗ്രഹത്തിലാണ് പരിപാടി അവതരിപ്പിച്ചത്. RLV ഡോക്ടർ രാമകൃഷ്ണന്റെ നിറത്തിന്റെ പേരിൽ ആക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയുടെ നിലപാട് കേരളീയ സമൂഹത്തിന് അത്യന്തം അപമാനകരമാണെന്ന് KPMS. ഈ വംശീയാധിക്ഷേപത്തിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്ന് KPMS ആവശ്യപ്പെട്ടു. കുടിവെള്ളക്കരം വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ ഉപഭോക്താവിന്റെ ഒറ്റയാൾ സമരം. മേത്തല പടന സ്വദേശി പള്ളിയിൽ വർഗീസാണ് വടക്കേനാടിൽ പ്ലക്കാർഡുമായി സമരം നടത്തിയത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.